ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് തൊട്ടു മുമ്പേ ഉള്ള വീഡിയോയിൽ നമ്മൾ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ, അതായത് ഹാഫ് മോണിറ്റൈസേഷൻ അതുപോലെ ഫുൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിലൂടെ വരുമാനം ലഭിക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഹാഫ് മോണിറ്റൈസേഷൻ 500 സബ്സ്ക്രൈബർ, അതോടുകൂടി 3 മില്യൺ ഷോർട്സ് വ്യൂസ് അല്ലെങ്കിൽ 3000 വാച്ച് ടൈം ലഭിച്ചു കഴിഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ ലഭിക്കും. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഏതൊക്കെ ടൂളുകളാണ് ലഭിക്കുക, എങ്ങനെയാണ് വരുമാനം കിട്ടുക എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്പർഷിപ്പ്, അതുപോലെ സൂപ്പേഴ്സ്, പിന്നെ ഷോപ്പിംഗ് എന്നുള്ളത്. ഈ ഒരു 3 ഓപ്ഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തൊട്ടു മുമ്പേ ഉള്ള വീഡിയോ നിങ്ങളൊന്ന് കണ്ടാൽ മതി, എങ്ങനെയാണ് വരുമാനം ലഭിക്കുക എന്നുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു 3 ടൂളുകളെ കുറിച്ചും വളരെ വിശദമായിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 500 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്ത് വരുമാനം നേടാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾക്ക് വരുമാനം ലഭിക്കാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ തന്നെ അത് പറയേണ്ടതായിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആ ഒരു വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഈ ഒരു സംശയം ചോദിച്ചപ്പോഴാണ് ഞാനും ആ രീതിയിൽ ചിന്തിച്ചത്. കാരണം ഹാഫ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിലൂടെയാണ് വരുമാനം നേടുക എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ ആ പറഞ്ഞ രീതിയിലൊന്നും എനിക്ക് വരുമാനം ലഭിക്കാൻ സാധ്യതയില്ല. മെമ്പർഷിപ്പ്, അതുപോലെ സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് ഞാൻ ലൈവ് ഒന്നും ചെയ്യാറില്ല. സൂപ്പർ താങ്ക്സും എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്നുള്ളത്. പിന്നെ ഷോപ്പിംഗ്, അപ്പൊ അതിലൂടെയും എനിക്ക് കാര്യമായിട്ടുള്ള വരുമാനം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഞാൻ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ 4000 വാച്ച് ടൈം, അതല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ്, അതിന്റെ കൂടെ 1000 സബ് ആയി കഴിഞ്ഞാൽ ആ സമയത്ത് മോണിറ്റൈസേഷൻ ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. കാരണം നിങ്ങൾക്ക് വരുമാനം ലഭിക്കാൻ യാതൊരു സാധ്യതയും ഹാഫ് മോണിറ്റൈസേഷൻ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാതിരിക്കരുത്. ഇവിടെ നമുക്ക് വരുമാനം നേടുക എന്നതിനപ്പുറത്തേക്ക് അതിനേക്കാൾ വലിയൊരു ഉപകാരം ഈ ഒരു ഹാഫ് മോണിറ്റൈസേഷൻ ടൂൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, വരുമാനം ലഭിക്കില്ല എങ്കിൽ പിന്നെ അതിനേക്കാൾ വലിയൊരു ഉപകാരം എന്താണ് ഹാഫ് മോണിറ്റൈസേഷൻ കൊണ്ട് കിട്ടുന്നത് എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങളുടെ ചാനൽ തുടങ്ങി ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഇടുന്നു, അങ്ങനെ 500 സബ്സ്ക്രൈബർ ആയി. അപ്പൊ അതിനോട് കൂടെ ഒന്നുകിൽ 3 മില്യൺ ഷോർട്സ് വ്യൂസ്, അതല്ലെങ്കിൽ 3000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. പക്ഷെ നമുക്കറിയാം അവിടെ വരുമാനം, മെമ്പർഷിപ്പിലൂടെ ഇതിലൊന്നും നമ്മൾ വരുമാനം പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ അത് ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് ഒരു 24 hours കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എറർ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തേർഡ് സ്റ്റെപ്പിൽ റീയൂസ്ഡ് പ്രോബ്ലം, അതല്ലെങ്കിൽ മറ്റ് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ആ ഒരു സമയത്ത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ തുടങ്ങി 500 സബ്ബേ ആയിട്ടുള്ളൂ, 3 മില്യൺ ഷോർട്സ് വ്യൂസ് വന്നിട്ടുള്ളൂ, അതല്ലെങ്കിൽ 3000. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളുടെ ചാനലിലെ മിസ്റ്റേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4000 ഹവർ ആയി കഴിഞ്ഞാലും മോണിറ്റൈസേഷൻ ആവില്ല എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം തന്നെ അറിയാൻ കഴിയാണ്. നിങ്ങളുടെ ചാനൽ ശരിയായ രീതിയിലല്ല, യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസിക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആഡ്സെൻസ്, അല്ലെങ്കിൽ ആഡ്സെൻസിൽ എന്തെങ്കിലും പോളിസി വയലേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ ആ 500 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആ ഒരു സമയം ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്തില്ല എന്ന് വെക്കുക. അപ്പൊ നിങ്ങൾ ഹാഫ് മോണിറ്റൈസേഷൻ ആയാലും വരുമാനം ഒന്നും ലഭിക്കില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, 4000 മണിക്കൂർ അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ്, ആ ഒരു ഷോർട്സ് വ്യൂസ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറെ നമ്മൾ കഷ്ടപ്പെട്ട ശേഷം ആ സമയത്താണ് നമുക്ക് റീയൂസ്ഡ് പ്രോബ്ലം വരുന്നത്, അതല്ലെങ്കിൽ ആഡ്സെൻസ് ഇഷ്യൂ വരുന്നത്, അതല്ലെങ്കിൽ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഇഷ്യൂസ് വരാമല്ലോ. ആ സമയത്താണ് അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് റിസൾട്ട് ലഭിക്കുക. അപ്പോൾ നമുക്ക് തിരുത്താനുള്ള സമയം എവിടെ, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ക്രൈറ്റീരിയ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇനി എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതൊന്നും ശരിയായ രീതിയിലല്ല എന്നുള്ളത്. ഒരുപാട് ക്രിയേറ്റേഴ്സിന് ഈ ഒരു പ്രശ്നം സംഭവിക്കാറുണ്ട്. പലരും ചാനലൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചിലർക്ക് ഭാഗ്യമാണ്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചിലരുടേത് അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത്, അതായത് റീയൂസ്ഡ് ചാനലിലും ടൈം എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എടുത്ത് വന്നിട്ട് 4000 മണിക്കൂറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ റീയൂസ്ഡ് പ്രോബ്ലം വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ
നമ്മുടെ ചാനലിൽ എന്തെങ്കിലും റൂൾ വയലേഷൻ ഉണ്ടെങ്കിൽ അത് അറിയാൻ നല്ലൊരു ഓപ്ഷനാണ് ഹാഫ് മോണിറ്റൈസേഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആഡ്സെൻസുമായിട്ട് അവിടെ കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. നമ്മുടെ ചാനലിൽ റീയൂസ്ഡ് മറ്റു പോളിസികളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ അറിയാനും കഴിയും. അപ്പോൾ ഇത് കാണുന്ന ന്യൂ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഹാഫ് മോണിറ്റൈസേഷൻ്റെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാൽ തന്നെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്തോളൂ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപകാരമായിട്ട് തീരും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട് തന്നെ പിന്നീട് യൂട്യൂബിൽ മുന്നോട്ട് പോവാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെറിറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറയേണ്ടതായിരുന്നു. പക്ഷേ സബ്സ്ക്രൈബർക്ക് ഇങ്ങനെ ഒരു സംശയം വന്നപ്പോൾ മോണിറ്റൈസേഷൻ്റെ ആ ഒരു ക്രാപ്പ് മോണിറ്റൈസേഷൻ ആയാൽ എനിക്ക് വരുമാനമൊന്നും ലഭിക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടതില്ലല്ലോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ രീതിയിൽ പല രീതിയിലാണ് പല അറിവുകളും നേടുമ്പോൾ ക്രിയേറ്റേഴ്സ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംശയം വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.